ഒരു തവണ എന്നെ തിരിഞ്ഞു നോക്ക്. പ്രിയനേ, ഓ പ്രിയനേ, ഒരു തവണ എന്നെ തിരിഞ്ഞു നോക്കാമോ? മധുര ഗ്രാമത്തിൽ ഒരുപാട് നാളുകളായി ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നു. ആ ഗ്രാമത്തിലേക്ക് വരണമെങ്കിലും ഗ്രാമത്തിൽ നിന്ന് വെളിയിൽ പോകാനും ഒരു വഴിയേ ഉള്ളൂ. അതാണ് പ്രേതവഴി. ആ വഴിയിലൂടെ പോയാൽ 2 തലയുള്ള ഒരു പ്രേതം ഒരുപാട് സ്നേഹത്തോടെ വിളിക്കും. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ മതി, അതിന്റെ കൈ കൊണ്ട് മരിച്ചു പോകും. അതുകൊണ്ടാണ് ആ വഴിയിലൂടെ ആരും പോകാത്തത്. ഗ്രാമത്തിലെ എല്ലാവരും പേടിച്ചാണ് ജീവിച്ചിരുന്നത്. ഒരു ദിവസം, എത്ര നാളാ ഇങ്ങനെ? ഇപ്പോൾ തന്നെ ഒരുപാട് പേർ ഈ ഗ്രാമത്തിൽ മരിച്ചു. കഴിഞ്ഞ 8 വർഷങ്ങളായി ഈ ഗ്രാമത്തിന് പ്രേതത്തിന്റെ ശല്യമാ. ഗ്രാമത്തിൽ ആരെയും വരുത്തുന്നില്ല. ഗ്രാമത്തിൽ നിന്നും വെളിയിലും പോകാൻ പറ്റുന്നില്ല. നമ്മുടെ കഷ്ടപ്പാട് ആർക്കും അകറ്റാൻ പറ്റില്ലേ? നമ്മുടെ ബുദ്ധിമുട്ട് പറഞ്ഞ് സഹായം ചോദിക്കാമെന്ന് മന്ത്രവാദിനി മുത്തശ്ശിയുടെ അടുത്ത് പോയി. ആരും തിരിച്ചു വന്നില്ല. അവരെയും ആ പ്രേതം കൊന്നതായിരിക്കും. മന്ത്രവാദിനി മുത്തശ്ശിക്ക് നമ്മുടെ കഷ്ടപ്പാട് അറിഞ്ഞാൽ വന്ന് ഉറപ്പായും സഹായിക്കും. എന്നാൽ അവരെ ഈ വിവരം എങ്ങനെ അറിയിക്കും? എപ്പോഴത്തെയും പോലെ പ്രാവിന്റെ കാലിൽ ചീട്ടുകെട്ടി അത് പറഞ്ഞയക്കാം. നദിയിൽ തടിയിട്ട് കൊടിയും കെട്ടിവിടാം. അതുമല്ലാതെ 2 ദിവസത്തിനുള്ളിൽ കറുത്തവാവാണ്. ഈ മാസം സുബ്ബാറാവിന്റെ വീട്ടിൽ നിന്നാണ് ബലി കൊടുക്കേണ്ടത്. എപ്പോഴത്തെയും പോലെ സ്ത്രീകൾ വീട്ടിൽ നിന്നും വെളിയിൽ വരാൻ പാടില്ല. കറുത്തവാവ് വൈകുന്നേരം പുരുഷന്മാർ എല്ലാവരും അനന്തഗിരി അതിർത്തിയിലേക്ക് വരണം. ഈ കറുത്തവാവ് വന്നു കഴിഞ്ഞാൽ ഗ്രാമത്തിൽ പ്രേതം. ഗ്രാമത്തിൽ നിന്നും വെളിയിൽ പോകാൻ നോക്കിയാൽ ആ വഴിയിൽ പ്രേതം. 2 പ്രേതത്തിന്റെ അടുത്ത് നമ്മൾ മരിച്ചുകൊണ്ടേയിരിക്കുന്നു. മന്ത്രവാദിനി മുത്തശ്ശി, നിങ്ങൾ വേണം രക്ഷിക്കാൻ. എപ്പോഴത്തെയും പോലെ മാന്ത്രിക മുത്തശ്ശിക്ക് പ്രേതത്തിന്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ചീട്ടെഴുതി അത് പ്രാവിന്റെ കാലിൽ കെട്ടി അതിനെ പറത്തിവിട്ടു. ഒരു തടിയിൽ കൊടി കെട്ടി പ്രശ്നങ്ങൾ വിവരമായി എഴുതി അത് നദിയിലേക്കും ഒഴുക്കി വിട്ടു. കറുത്തവാവ് രാത്രി എല്ലാവരും മേളവും കൊട്ടിക്കൊണ്ട് കുരവയും ഇട്ട് അവർ കഴുതയും കൊണ്ട് ഗ്രാമ അതിർത്തിയിലെ മലയിൽ ഒരു മണ്ഡപത്തിൽ കഴുതയും വെടികൊടുത്ത് അടുത്തുണ്ടായിരുന്ന കല്ലുകൊണ്ടുള്ള കുടത്തിൽ കഴുതയുടെ ചോര നിറച്ച് കഴുതയുടെ മുകളിൽ ഒരു വേലും കുത്തി ശബ്ദത്തിൽ കുരവയെല്ലാം ഇട്ട് തിരിഞ്ഞു നോക്കാതെ അവർ പുറപ്പെട്ടു. അടുത്ത ദിവസം ആ കലത്തിൽ ഒരു തുള്ളി ചോര പോലും കാണില്ല. കഴുതയുടെ മാംസവും മുഴുവനായി ആരോ കഴിച്ച് വെറും അസ്ഥി മാത്രമേ കാണൂ. ഇങ്ങനെയുള്ളപ്പോൾ ഒരു രാത്രി, എടാ രാജു, നമ്മുടെ ഗ്രാമജനങ്ങളെ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷിക്കണം. പ്രേത വഴി നമ്മൾ മറികടന്ന് മന്ത്രവാദിനി മുത്തശ്ശിയെ കൊണ്ടുവരണം. ആ മുത്തശ്ശി വന്നാൽ ഈ പ്രേതത്തെ നശിപ്പിക്കാം. അതേടാ അതെ. എന്നാൽ നമ്മൾ എങ്ങനെ പോയാലും ആ പ്രേതത്തിന്റെ കയ്യിൽപ്പെട്ട് മരിച്ചു പോകും. അന്ന് ശങ്കർ എന്നൊരാളെ ആ പ്രേതത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ നമ്മൾ അങ്ങനെ പോയാൽ? അതെ, ശങ്കർ പ്രേതം വിളിച്ചിട്ടും പിന്നിലേക്ക് തിരിഞ്ഞില്ല. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ ആ പ്രേതത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ധൈര്യത്തിൽ മധു ആരോടും പറയാതെ പ്രേത വഴിയിലൂടെ പൊയ്ക്കൊണ്ടിരുന്നു. സമയം രാത്രിയായി. വിചിത്രമായ ശില്പങ്ങൾ ഓരോന്നായി വന്നുകൊണ്ടേയിരുന്നു.
പിന്നാലെ പ്രേതം വന്നുകൊണ്ടേയിരുന്നു. പ്രിയനേ, ഹേ പ്രിയനേ, ഒരു തവണ എന്നെ തിരിഞ്ഞു നോക്ക്. പ്രിയനേ, ഹേ പ്രിയനേ, ഒരു തവണ എന്നെ തിരിഞ്ഞു നോക്കില്ലേ നീ? ചെവിയിൽ പഞ്ഞി വെച്ചിരുന്നത് കൊണ്ട് മധുവിനെ പ്രേതം വിളിച്ചത് കേട്ടില്ല. എന്നാൽ പ്രേതത്തിന്റെ തല പാമ്പിനെ പോലെ മധുവിന്റെ മുൻപിൽ വന്ന് പിന്നിലേക്ക് തിരിഞ്ഞാൽ മാത്രം കൊല്ലാൻ ഞാൻ കമലപ്രേതമല്ല, ഇരട്ടപ്രേതമാണ്. അടുത്ത ദിവസം രാജുവിലൂടെ ഗ്രാമജനങ്ങൾ മധുവിനെ കുറിച്ച് അറിഞ്ഞു. ഒരു ആഴ്ച കഴിഞ്ഞിട്ട് പോലും മന്ത്രവാദിനി മുത്തശ്ശി വന്നതേയില്ല. എവിടെയാണെന്നും അറിയില്ല. ഗ്രാമത്തിൽ എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം പ്രേതവഴിയിലൂടെ രണ്ടുപേർ നടന്നുകൊണ്ടേ പോയി. അപ്പോൾ രാത്രിയുമായിരുന്നു. വിചിത്രമായ ശില്പങ്ങൾ ഓരോന്നായി വന്നുകൊണ്ടേയിരുന്നു. വളരെ ഭയാനകരമായ ഒരു ചിരിയും. എടാ ലക്ഷ്മണ, എന്താ ഈ ചിലങ്ക ശബ്ദം? വളരെ വിചിത്രമായിട്ടുണ്ടല്ലോ ഇത്. അതുമല്ലാതെ എന്തു ഭയാനകരമായ ചിരിയാ അത്. ഈ ചിലങ്ക വഴി പിന്നെ ആ ചിരി വളരെ വിചിത്രം തന്നെയാ. വേഗം നടക്ക്, ഗ്രാമത്തിൽ ചെല്ലാം. ഇങ്ങനെ വേഗത്തിൽ നടന്നുകൊണ്ടേ പോയി. അപ്പോഴാണ് അവരുടെ പിന്നിൽ പ്രേതം വന്ന് വിളിച്ചത്. പ്രിയനേ, ഹേ പ്രിയനേ, ഒരു തവണ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കില്ലേ? പ്രിയനേ, ഹേ പ്രിയനേ, ഒരു തവണ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കില്ലേ? അങ്ങനെ വിളിച്ചതും രണ്ടുപേരും തിരിഞ്ഞു നോക്കി. ആരാ വിളിച്ചത്? ആരുമില്ലല്ലോ. അങ്ങനെ ചിന്തിച്ചവർ ഗ്രാമത്തിലേക്ക് പോയി. രാമനെയും ലക്ഷ്മണനെയും കണ്ടതും ഗ്രാമത്തിലെല്ലാവരും ഷോക്കായി. ആ പ്രേതവഴി മറികടന്ന് കഴിഞ്ഞ 8 വർഷമായി ജീവനോടെ ആരും തിരിച്ചു വന്നിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ഇവർ രണ്ടുപേര് മാത്രം വന്നിരിക്കുന്നു, അതും പാതിരാത്രിയിൽ. അടുത്ത ദിവസം ഗ്രാമത്തലവൻ രാമനോടും ലക്ഷ്മണനോടും പ്രേതവഴിയെക്കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കി. പിന്നിൽ നിന്ന് ആരോ വിളിച്ചത്, വിചിത്രമായ ശില്പങ്ങൾ, ഭയാനകരമായ ചിരിയെക്കുറിച്ചും വിശദമായി പറഞ്ഞു. എന്താ പ്രേതവഴിയോ? ആരെ ഈ കൊല്ലുന്നതൊക്കെ? അതെല്ലാം അറിയണമെങ്കിൽ മന്ത്രവാദിനി മുത്തശ്ശി വരണം. അപ്പോഴേ ഗ്രാമജനങ്ങൾക്ക് ആ പ്രേതത്തിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റൂ. ദയവ് ചെയ്ത് മന്ത്രവാദിനി മുത്തശ്ശിയെ കൊണ്ടുവരൂ. ഗ്രാമത്തിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി എങ്ങനെയെങ്കിലും ഗ്രാമത്തിന് വന്ന് ഈ ആപത്ത് മാറ്റണമെന്ന് ധൈര്യത്തോടെ ആ പ്രേതത്തിന്റെ വഴിയിലൂടെ മന്ത്രവാദിനി മുത്തശ്ശിയെ വിളിച്ചുകൊണ്ടുവരാൻ പോയി. എങ്ങനെയോ പ്രേതവഴിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഗ്രാമത്തലവൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. ആ ആശ്രമത്തിൽ പോയി നടന്ന എല്ലാ കാര്യവും മന്ത്രവാദിനി മുത്തശ്ശിയോട് പറഞ്ഞു. എന്താ, പ്രേതവഴിയിൽ പിന്നെയും പ്രേതം വന്നോ? കമലയുടെ ആത്മാവ് നശിച്ചല്ലോ, പിന്നെ ഇതാരാ? വരൂ, പോകാം. ഇങ്ങനെ ആ പ്രേതവഴിയിലൂടെ 3 പേരും നടന്നുകൊണ്ടേയിരുന്നു. പ്രിയനേ, ഹേ പ്രിയനേ, ഒരു തവണ എന്നെ തിരിഞ്ഞു നോക്കാമോ? പ്രിയനേ, ഹേ പ്രിയനേ, ഒരു തവണ തിരിഞ്ഞു നോക്കാമോ? രാമ, ലക്ഷ്മണ, പിന്നിലേക്ക് തിരിഞ്ഞു നോക്കരുത്. ഇങ്ങനെ പറയുന്നതിനുള്ളിൽ അവർ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. പെട്ടെന്ന് പ്രേതവും മാഞ്ഞുപോയി. എന്റെ തലയിൽ വേതാള കിരീടമുള്ളതുകൊണ്ട് ഒരു പ്രേതത്തിനും ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ നിങ്ങളെ രണ്ടുപേരെയും അതെന്തിനു വിട്ടു? അവർ ഇങ്ങനെ കരുതി ഗ്രാമത്തിലേക്ക് പോയി. മുത്തശ്ശിയോട് ഗ്രാമത്തലവൻ നടന്ന എല്ലാ കാര്യവും പറഞ്ഞു. എപ്പോഴത്തെയും പോലെ അതിർത്തി പ്രേതത്തിന് കഴുതയെ ബലി കൊടുത്ത് ചോര എല്ലാ കറുത്ത വാവനും ഒഴിച്ചുകൊണ്ടിരിക്കുന്നു.
കഴുതയുടെ ചോര കൊടുക്കണമെന്ന് ആരാടാ പറഞ്ഞത്? നീ ആടിന്റെ ചോരയാ കൊടുക്കേണ്ടത്. അങ്ങനെ ആടിന്റെ ചോര ഒഴിച്ചുകൊണ്ട് വന്നപ്പോൾ ഭയാനകരമായ ഒരു ശബ്ദം കേട്ടു. എനിക്ക് കഴുതയെ ബലി നൽകൂ, ഞാൻ കഴുതച്ചോര മാത്രമേ കുടിക്കൂ. ബലി ബലി ബലി. എന്താ വഴിയിലെ പ്രേതത്തിന്റെ ശബ്ദം കേട്ടെന്നോ? ഇതിലെന്തോ എനിക്ക് സംശയമുണ്ട്. ആസ്ത്രിക ഭസ്ത്രിക ആഗമയ പ്രേതലോകവാസി ആവാഹം. ഇങ്ങനെ മന്ത്രങ്ങൾ പറയുമ്പോൾ ഗ്രാമാതിർത്തി പ്രേതം അവിടെ വന്നു. എന്റെ ശക്തിയെല്ലാം തീർന്നതും എന്റെ ലോകത്തേക്ക് ഞാൻ പോയി. ഈ ചോര മുഴുവൻ കുടിക്കുന്നത് ഞാനല്ല, അശ്മക്കു ആണ്. അശ്മക്കുവോ? അതാരാണ്? ഗ്രാമത്തിലേക്ക് പ്രേതം വരാതെ ആ അശ്മക്കു സംരക്ഷിക്കുന്നുണ്ടോ? അശ്മക്കു പിശാചല്ല, നരനാണ്. വേതാള വരം കിട്ടിയ നരൻ. അവന് മരണമില്ല. അവനും ഈ പ്രേത വഴിയിലുള്ള പ്രേതങ്ങൾക്കും എന്ത് ബന്ധമാണ്? അത് മനസ്സിലാക്കണമെങ്കിൽ പ്രേത വഴിയിലുള്ള ആ ഇരട്ടകളോട് ചോദിക്ക്. അങ്ങനെ പറഞ്ഞ് ഗ്രാമാതിർത്തി പ്രേതം മാഞ്ഞുപോയി. രാമനെയും ലക്ഷ്മണനെയും കൂട്ടി മന്ത്രവാദിനി മുത്തശ്ശി പ്രേതവഴിയിലേക്ക് പോയി ഹസ്തസാമൂദ്രിക കോലമിട്ട് വശീകരണ മന്ത്രം ചൊല്ലാൻ തുടങ്ങി. തീയിൽ കറുത്ത ചരടുകളിട്ട് ഹസ്ത്രിക ത്രിവസ്ത്രിക ആഗമയ പ്രേതലോകവാസി ആവാഹം. ഇങ്ങനെ വിളിച്ചതും ആ ഇരട്ടത്തല പ്രേതം അവിടെ വന്നു. ഞങ്ങളുടെ ഗ്രാമജനങ്ങളെ എന്തിനാ കൊല്ലുന്നത്? ഞങ്ങളുടെ പേര് രമ ഉമ. ഇവിടെ നിന്നും ഒരുപാട് അകലെയുള്ള ഖനീർ ഗ്രാമത്തിലുള്ളവർ. മധുരയുടെ തൊട്ടടുത്തുള്ള അനന്തഗിരി മലയിൽ ഒരു ശുദ്ര മണ്ഡപമുണ്ട്. അതിൽ മഹിമയുള്ള വേതാള വിഗ്രഹമുണ്ട്. ആ വിഗ്രഹത്തിന് ഇരട്ട കന്യകമാരെ ബലി കൊടുത്താൽ മരണം കാണില്ല എന്ന് അശ്മക്കു എന്ന മന്ത്രവാദി ഞങ്ങളെ കൊണ്ടുപോയി. ഈ വഴിയിലൂടെ കൊണ്ടുപോയി ആ വേതാളത്തിന് ബലി കൊടുത്ത് മരണമില്ല വരം വാങ്ങിച്ചു. അശ്മോക്കു, നിനക്ക് മരണമില്ല വരം കിട്ടി. എന്നാൽ സമ്മതമില്ലാതെ ബലവന്തമായി കൊന്നതുകൊണ്ട് കന്യകയായ ഇരട്ടകൾ രണ്ടുപേരും ഭയാനകരമായ പ്രേതമായി മാറി. നിന്റെ മരണത്തിന് വേണ്ടി അവർ കാത്തിരിക്കും. ഇവർക്ക് മാത്രമേ നിന്നെ കൊല്ലാൻ സാധിക്കൂ. അതെന്താ വേതാള, മരണമില്ല വരം എനിക്കില്ലേ? ഉണ്ട്, എന്നാൽ അവരെ ബലി കൊടുക്കുന്ന സമയത്ത് നിനക്ക് ആ വരം കിട്ടിയില്ല. അതുമാത്രമല്ലാതെ അവർ മരിച്ച് പ്രേതമായി മാറുമ്പോൾ ഭയാനകരമായ ഇരട്ട പ്രേതങ്ങളായി മാറി. ഇവരുടെ കരങ്ങളിലാണ് നിന്റെ മരണം. അവരുടെ ആത്മാക്കൾ ആ പ്രേത വഴിയിൽ 18 വർഷങ്ങൾ വരെ അലയും. എന്റെ ശക്തി കാരണം ഗ്രാമാതിർത്തി മറികടക്കാൻ പറ്റില്ല. എന്നാൽ 18 വർഷങ്ങൾ വരെ ഈ ഗ്രാമാതിർത്തി മറികടക്കരുത്. പോയാൽ നീ മരിക്കും. ഇങ്ങനെ ഞങ്ങൾ പ്രേതമായി മാറി ഈ വഴിയിൽ കാവൽ കാക്കുന്നു. ഇതുവഴി ആര് വന്നാലും വേഷം മാറി ആ അശ്മക്കുവാണ് വരുന്നതെന്ന് കരുതി അവരെ ഞങ്ങൾ കൊല്ലുന്നു. കുറച്ചു നാളുകൾക്ക് മുൻപ് നിങ്ങളെ രണ്ടുപേരെയും കണ്ടു. ഇവർ മറ്റാരുമല്ല, ഞങ്ങളെപ്പോലെ ഇരട്ടകളാ. ഞങ്ങളുടെ ചിറ്റയുടെ മക്കൾ, ഞങ്ങളുടെ അനിയന്മാർ. ഞങ്ങൾ മരിച്ച വിവരം അറിയാതെ ഗ്രാമങ്ങളോളം ചുറ്റി ഞങ്ങളെ അന്വേഷിച്ച് മധുരയിലേക്ക് വന്നു. നിങ്ങളുടെ ആത്മാക്കൾക്ക് ശാന്തി കിട്ടണമെങ്കിൽ അവൻ മരിക്കണം. ആ അശ്മക്കു മരിക്കണം. അടുത്ത ദിവസം രാമനും ലക്ഷ്മണനും അനന്തഗിരി മലയിലുള്ള ആ വേതാള മണ്ഡപത്തിലേക്ക് പോയി. വേതാള, നിങ്ങൾ വളരെ ശക്തിശാലിയാണെന്നറിഞ്ഞ് ഒരുപാട് ദൂരെ നിന്നും യാത്ര ചെയ്തു വന്ന് ആ പ്രേത വഴിയിലുള്ള ആ പ്രേതത്തെ കൊന്ന് നിങ്ങളുടെ അടുത്തും എത്തി. ഞങ്ങൾക്കൊരു വരം തരൂ വേതാള. ഇങ്ങനെ പറഞ്ഞതും അടുത്തുള്ള ഗുഹയിലുള്ള അശ്മക്കു വെളിയിൽ വന്ന്, എന്താ, സത്യത്തിൽ നിങ്ങൾ ആ പ്രേത വഴിയിലുള്ള പ്രേതത്തെ നശിപ്പിച്ചോ? അതെ, നശിപ്പിച്ചു. ഞാൻ വിശ്വസിക്കില്ല. ആ പ്രേതങ്ങൾക്ക് ഇനിയും 10 വർഷം ആയുസുണ്ട്. ആ വഴിയിലൂടെ ഒരു പുഴുവിന് പോലും പോകാൻ പറ്റില്ല. ഞാനാണ് വേഷം മാറി വരുന്നതെന്ന് ഒരുപാട് പേരെ കൊന്നു. ഇല്ല അശ്മക്കു, സത്യം. ആ ഇരട്ടപ്രേതത്തിനെ
മന്ത്രവാദിനി മുത്തശ്ശിയുടെ സഹായം കൊണ്ട് ഞങ്ങൾ ഭസ്മമാക്കി. സത്യം. വേണമെങ്കിൽ 3 പേർക്കും പോയി നോക്കാം, വാ. ഇത്രയും ധൈര്യത്തോടെ പറയുന്നെങ്കിൽ സത്യമായിരിക്കും. ശരി, പോയി നോക്കാം. ഇങ്ങനെ കരുതി അവരുടെ ഒപ്പം ചേർന്ന് അശ്മക്കൂം പോയി. അവരെ ബലി കൊടുത്ത അശ്മക്കൂവിനെ ഇരട്ടകൾ കൊന്നു. ആത്മശാന്തി കിട്ടി കാറ്റിൽ മാഞ്ഞുപോയി. പ്രേതവഴിയിലെ പ്രേതത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതുകൊണ്ട് മന്ത്രവാദിനി മുത്തശ്ശിക്കും രാമലക്ഷ്മണനും മധുരയിലെ ജനങ്ങൾ നന്ദി പറഞ്ഞു. കിഴവി, നിന്റെ അവസാനം എന്റെ കൈകൊണ്ടാ. നിന്റെ മരണം എന്റെ കൈകൊണ്ടാണ്. ആ ഇരട്ട പ്രേതങ്ങൾക്ക് പേടിച്ച് മലയിൽ ആരും അറിയാതെ 29 ദിവസം കിടന്ന് ഒരേ ഒരു ദിവസം മാത്രമാണ് ഒരുപാട് വിശപ്പിൽ ഈ ഗ്രാമജനങ്ങൾ ഒഴിക്കുന്ന ആ കഴുതച്ചോര കുടിച്ചുകൊണ്ടേയിരുന്നു. എന്നെ വിശ്വസിപ്പിച്ച ഇരട്ട പ്രേതങ്ങളിലൂടെ നീ എന്നെ ബലി കൊടുത്തില്ലേ? വിടില്ല, നിന്നെ വെറുതെ വിടില്ല, കൊല്ലും.